She will come after 5 p.m. ഞങ്ങളെ ഡിസ്ചാർജ് സമ്മറി കിട്ടി. ഇത് ഞങ്ങൾ പോവാണ്. അവരെ ഒന്ന് ഫുഡ് തിരിപ്പിച്ചിട്ടില്ലെങ്കിൽ കൊണ്ടല്ലോ പറഞ്ഞ് എന്നെ വരപ്പിക്കും. മിസ്സിന് ഞാനിപ്പോൾ അയച്ചു കൊടുക്കും. എന്നെ വരപ്പിക്കുന്നേ പറഞ്ഞിട്ട്. ഇത് ഇൻസുലിന് തീരാതെ പോകാൻ പറ്റില്ല. മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഡിസ്ചാർജിൻ്റെ ഡേയ്സാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഡിസ്ചാർജ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ആവാൻ വേണ്ടി ഞാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എന്താ വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഞാൻ ഉച്ച ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. കാരണം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഒന്ന് കൂട്ടി വരണമായിരുന്നു. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് വന്നതാണിത്. കുട്ടികളിവിടെ റെഡിയാക്കി ഞാൻ എടുത്താണ്. അത് കാർ വന്നേ പോ കാറിൽ കയറി ഇറങ്ങിയിട്ട് പാടാ ഓമണ കളിച്ചോണ്ട് മെല്ലെ മെല്ലെ സൈഡിൽ തന്നെ കൺട്രോൾ കിട്ടുമല്ലോ അവിടെ. കേറി 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 അതാ ಜನಪ್ರಿಯ ಹಾಸ್ಪಿಟಲ್ ಎತ್ತಿರಾ ಜನಪ್ರಿಯ ಹಾಸ್ಪಿಟಲ್ ಎತ್ತಿರಾ നമ്മൾ ഹോസ്പിറ്റലിൽ ഇതേശു ഇത് കൊണ്ടു അതെ 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 റൂം നമ്പറൊക്കെ ഓർമ്മ വെച്ചിട്ടുണ്ട് കേട്ടാ കുട്ടികളെ. Sister, she will come after 5 p.m. അപ്പോൾ ഞങ്ങൾ വന്ന് ഉമ്മത പറഞ്ഞിട്ടാണ്. എത്ര ഉണ്ടമ്മ ഷുഗർ? 200 ചില്ലറ. 200 കൺട്രോൾ വന്നിട്ട് 572 200 കൺട്രോൾ വന്നു. ഇന്ന് ഡിസ്ചാർജ് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്ചാർജ് പ്രൊസീജിയറൊക്കെ തീർക്കണമോ കിട്ടുക. ഗൈസ് ഡിസ്ചാർജ് ഒക്കെ ചെയ്യാണ്. ടെൻഷൻ ആയിരിക്കുകയാണ്. ബില്ല് നല്ലോണം അയക്കണം കേട്ടോ. മുഖം നോക്കൂ. നിന്റെ പോവട്ടോ. പോകുന്ന അവസാനമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ടൗണൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ വ്യൂ പോയിൻ്റാണ് കേട്ടോ. പോകുന്ന മുമ്പായിട്ട് ഇനി ഇങ്ങോട്ട് വരില്ല കേട്ടാ. ഇനി ഇങ്ങോട്ട് വരുന്ന വിഷയമില്ല. ഇനി പോകുന്നു മാത്രമാണ്. ഞങ്ങൾ പോകുന്നു ഡിസ്ചാർജ് ചെയ്തിട്ട്. ഇനി ഉമ്മയുടെ ഹെൽത്ത് ഉമ്മ തന്നെ സൂക്ഷിച്ച് നോക്കണം. കാരണം എത്ര ബുദ്ധിമുട്ടായി നമുക്ക് ഫിനാൻഷ്യലിയും മെൻ്റലിയും എല്ലാത്തിനും ഒരു ഡൗൺ ആയിപ്പോയി. കാരണം ഒരു ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഉമ്മക്ക് ഹെൽത്ത് ഇഷ്യൂസ്, ഉമ്മാൻ്റെ ഹെൽത്ത് നോക്കിയിട്ട് നമുക്ക് ഇമോഷണലി ഡൗൺ ആവും. പിന്നെ നമുക്ക് തന്നെ സ്ട്രോങ് ഇല്ലാത്ത പോലെ വീക്ക് പോലെ ആവും. ഈ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാം, വീട്ടിൽ പോവും, അവിടെ ഇവിടെ. ഇന്ന് രാവിലെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ എടുക്കാൻ എനിക്ക് സമയമില്ല. കാരണം ഞാൻ ബാങ്ക് പോയിട്ട് ഇവിടെ ഡിസ്ചാർജ് ആകുമ്പോഴത്തേക്ക് പേയ്മെൻറ്റൊക്കെ ചെയ്യണമല്ലോ. ബാങ്ക് പോയിട്ട് ബാങ്കിൽ നിന്ന് എമൗണ്ടൊക്കെ പേ ചെയ്ത് അവിടുത്തെ ബാങ്കിൻ്റെ ബുക്കൊക്കെ ശരിയാക്കിയിട്ട്. കാരണം ബ്ലോക്കായത് ATM കാർഡ് ബ്ലോക്കായി. അവിടെ പോയി ഓടിച്ചാടിയിട്ട് അവിടെ അങ്ങനെ എന്തൊക്കെയായിട്ട് ഇവിടെ 1 മണിക്ക് എത്തിയിട്ട് 1 മണിക്ക് ഇവർക്ക് ഇവിടെ വന്ന് ഫുഡ് കൊടുത്തിട്ട് അവിടെ നിന്ന് പിന്നെ വീട്ടിലേക്ക് പോയിട്ട് കുട്ടികളെ കൊണ്ടുവന്നിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ 7-8 മണിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഉമ്മക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ 2 ബാഗ് പാക്ക് ചെയ്തിട്ട് ഞാൻ ഒട്ടൊരു ഓട്ടം പോകുന്നതാണ് കുട്ടികളെ കൂട്ടിയിട്ട്. കാരണം ഉമ്മ ഉണ്ടല്ലേ, നമ്മൾ നോക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുള്ളൊരു വിചാരം കൊണ്ടാണ്. എന്താണ് ഗൈസ് 20 രൂപയുടെ ജ്യൂസ് കുടിക്കുക, മടക്ക ജ്യൂസ് കുടിക്കുക. ഇപ്പോൾ വായിക വീഗ ഇട്ടാലല്ലേ നമുക്ക് ഷുഗർ കൺട്രോൾ ആവുന്നത്. തോണ്ടതിന് ഷുഗർ ഒരു ലിമിറ്റേ ഇല്ല നോക്കാൻ പോയാൽ. ഉമ്മക്ക് അത്രയൊന്നും പ്രായമായിട്ടില്ല കേട്ടോ. ഉമ്മക്ക് ആകെ ആയിട്ടുള്ളൂ ഇപ്പോൾ ഒരു 50, 51 അങ്ങനെ ആയിട്ടുള്ളൂ. ഷുഗർ വന്നിട്ട് പേഷ്യൻ്റ് ആവുന്ന അത്ര പ്രായം ആയിട്ടില്ല. ഒരു ഹെൽത്ത് സൂക്ഷിച്ച് നോക്കിയാൽ. പിന്നെ ഞാൻ ജിമ്മിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ജിമ്മിലേക്ക് ഒരു 5 ദിവസം വന്നു. 6ാമത്തെ ദിവസം എനിക്ക് വയ്യ, എനിക്ക് പറ്റുന്നില്ല, ലെഗ് വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ലൈറ്റായിട്ട് ചെയ്യിപ്പിക്കണം, പിന്നെ വാക്കിംഗ് ചെയ്യിപ്പിക്കണം, അതൊക്കെ ഒരുപാട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് തൽക്കാലം 120 ഷുഗർ എത്തുന്നവരെ, കൺട്രോൾ ആവുന്നവരെ
ഫ്രൂട്ട്സ് കൊടുക്കണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സൊക്കെ നമ്മൾ തന്നെ വീട്ടിൽ കൊണ്ടുവരുന്നത് സ്റ്റോപ്പ് ചെയ്യാവോ. ഇത്തിരി കഴിച്ചാൽ പ്രശ്നമില്ല. ഇത് രാവിലെ ഫ്രൂട്ട്സ് കൊണ്ടുവന്നാൽ ഈവനിങ് വരെ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടേ ഇരിക്കുക. എന്താണ് ഹെൽത്തിന് നല്ലതാണെന്ന്. ഹെൽത്തിന് അമിതമായ ഏത് ഫുഡാണെങ്കിലും നല്ലതാണെങ്കിലും അത് നമുക്ക് ശരീരത്തിൽ കേടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് നമ്മൾ ബോഡിക്ക് ഒബ്സർവ് ആവണമെങ്കിൽ 100 ഗ്രാം 200 ഗ്രാം അങ്ങനെമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് നമ്മൾ ഫ്രൂട്ട്സേ കഴിച്ചിട്ട് നമ്മുടെ ഹെൽത്ത് നന്നാവും എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് കൈയല്ലാതെ നമുക്കതിലൊരു യാതൊരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടാറില്ല. ഇവരൊക്കെ വിചാരം തന്നെ ആരെങ്കിലും ഒരാൾ വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിലും ഗ്രീൻ ജ്യൂസ് കഴിക്കുന്ന പറഞ്ഞാൽ രാവിലെ മുതൽ ഈവനിങ് വരെ ഗ്രീൻ ജ്യൂസ് കഴിക്കുന്ന ആൾക്കാരുണ്ടോ. അത് സൈഡ് എഫക്റ്റാണ്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അതേപോലെ ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ 100-200 ഗ്രാം ഒരു ടൈം വയ്ക്കുക. ഇത് എനി ടൈമാണ്. ഫുഡ് കഴിക്കുക, ചോറ് കഴിഞ്ഞ ശേഷം ഉടനെ ഫ്രൂട്ട്സ് കഴിക്കുക, ബനാന കഴിക്കുക. ബനാനൊക്കെ ഷുഗർ എടുത്ത സാധനമാണ്. ഇപ്പൊക്കെ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സംടൈംസ് ദേഷ്യം വരുന്നുണ്ട്. ഉമ്മാനോട് ഇപ്പോൾ പറഞ്ഞാൽ ഉമ്മ ആകെ ഇമോഷണലി ഡൗണോ, പിന്നെ നമ്മളെ ഹെൽത്തിന് വീണ്ടും ഉമ്മനെ വീക്കാവാൻ നമ്മൾ തന്നെ റീസണാവും. അപ്പോൾ ഞാൻ ഇതുപോലെ ഷുഗറൊക്കെ ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇവിടെ നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആൾക്ക്. ഇപ്പം നമ്മൾ കുട്ടികളാണ്, എന്തായാലും ദേഷ്യപ്പെടാതെ നോക്കും. പക്ഷെ വേറെ ആൾക്കാരാണെങ്കിലും ചില കുട്ടികളൊക്കെ ഇങ്ങനെ ഉമ്മമാർക്ക് സുഖമില്ലാത്തപ്പൊക്കില്ല ദേഷ്യം പിടിക്കുന്ന ആൾക്കാരുണ്ടോ. ദേഷ്യം പിടിക്കുന്നത് അവരുടെ സ്നേഹം കൊണ്ട് തന്നെയാണ്. ഇങ്ങനെയൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോഴും അവർ തന്നെയല്ലേ ഇപ്പോൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടൊക്കെ ആൾക്കാർ ഡോക്ടേഴ്സൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവർ ഹെൽത്തി ആക്കിയാൽ അവർ കൂടെ നോക്കുന്ന ആൾക്കാർ ആകെ വീക്കായി പോവും, ടെൻഷൻ അടിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അത് പറഞ്ഞാൽ അതിൻ്റെ സിറ്റുവേഷൻ ആറ് ഫേസ് ചെയ്യും അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മൾ പറഞ്ഞാലൊക്കെ അതൊരു വെറുതെ ഇങ്ങനെ പറയുന്ന ഒരു സ്റ്റോറി പോലെ ആവും, ഇല്ലെങ്കിൽ ഇങ്ങനെ ചിലക്കുന്ന പോലെ ആവും. ഞാനിപ്പോൾ 3 to 4 days ആയി നന്നായി വർക്കില്ല, ഫുഡ് മര്യാദയ്ക്ക് പോലും കഴിച്ചിട്ടില്ല. ഇന്ന് ഞാൻ ചോറ് വരെ കഴിച്ചിട്ടില്ല. ഉച്ചക്ക് ഈവനിങ് ഒരു ചായ അത്രേ കുടിച്ചിട്ടുള്ളൂ. കാരണം ഇവിടെ തന്നെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളെ വരുന്നവർക്ക് അവർ ഇതാക്കുക. ഇവിടെ എൻ്റെ ഒരു സൈഡിൽ ഞാനൊരു അമ്മയാണ്, ഉമ്മാണ് എൻ്റെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യണം. ഒരു സൈഡിൽ എൻ്റെ ഉമ്മക്ക് അസുഖമില്ല, ഞാനൊരു കുട്ടിയായിട്ട് അതിൻ്റെ ഒരു ബാധ്യത തീർക്കണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും അവരവരുടെ ഉമ്മാനെ ടേക്ക് കെയർ ചെയ്യുക. ഇങ്ങനെ ഞാനും മൈൻഡ് ചെയ്തോ ഇല്ലായിരുന്നു. ഇനി മുതൽ ഷുഗർ ഇത് ഉമ്മക്ക് ദേഷ്യം വന്നാലും പ്രശ്നമില്ല. ഷുഗർ അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുമ്പോൾ തന്നെ ഞാനും പ്രഷർ കയറും. കാരണം അതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് മാത്രമേ അറിയില്ല. ഇപ്പോൾ ഇത് ഫസ്റ്റ് ടൈം അല്ല. ഇത് 2026 2015 നടന്നിട്ടുണ്ട്, 25 നടന്നിട്ടുണ്ട്, 2024 നടന്നിട്ടുണ്ട്. എത്ര ഹോസ്പിറ്റലാണ് ഞാൻ അയച്ചത്. അന്നൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട്. ഉമ്മ ഷുഗർ ഇല്ല എന്ന് പറഞ്ഞ് ഷുഗർ ഉള്ളത് ആക്സെപ്റ്റ് ചെയ്യൂല, ഷുഗർ ഇല്ല എന്ന് പറയുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല. 14 ആക്കിയത്. അപ്പോൾ ഞങ്ങൾ മെഡിക്കലിൽ പോകാനിട്ട് ടാബ്ലറ്റിൻ്റെ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്യും. അവർ മെഡിക്കലിൽ പോവാൻ, മെഡിക്കലിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങാൻ. ഫുഡല്ല, സോറി, മരുന്ന് വാങ്ങാൻ. ആൾക്കറിയാം മുമ്പേ തല്ലൊന്നുമില്ല. ബായ്ഷു വന്ന് ബാ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഹോസ്പിറ്റൽ സർവീസ് സൂപ്പർ കേട്ടോ. ഫുഡിൻ്റെ ഫെസിലിറ്റീസ് ആവട്ടെ, ഫുഡൊക്കെ അഫോർഡബിൾ ആയിരുന്നു. പിന്നെ ക്യാൻറ്റീൻ അത്ര ഇവിടുത്തെ കഫേ ഒക്കെ അഫോർഡബിളാണ്, അതൊന്നും ടെൻഷനില്ല. ഹോസ്പിറ്റലിൻ്റെ ബില്ലും 15,000 സംതിങ് ആയി, വിതൗട്ട് മെഡിക്കൽ ചാർജ് കഴിഞ്ഞിട്ട് കേട്ടോ. വിതൗട്ട് മെഡിക്കൽ ചാർജ് ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു റൂംസ് ആൻഡ് ഡോക്ടർ ഫീസ്, കൺസൾട്ടൻറ്റ് ഫീസ്, ഡയറ്റീഷ്യൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ടോട്ടൽ 15,000 കുറച്ച് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. വേറെ മാത്രം ഇന്ന് എൻ്റെ കുട്ടികൾ വാശി പിടിച്ചെത്തര ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് ഞാൻ പാടുണ്ടല്ലോ. ഇതും അത് മൊബൈലിന് വേണ്ടി, വേറെ ഒന്നിനല്ല, മൊബൈലിന് വേണ്ടി അടിയാ. അപ്പൊ ഞമ്മക്ക് പുറത്ത് പോയിട്ട് തിന്ന ചിക്കൻ. പോയി അപ്പുറത്ത് കഴിത്താ. ഹാൻഡ് തന്ന മാത്രം കൂട്ടി പോകൂലോ, ഹാൻഡ് തന്ന മാത്രം കൂട്ടി പോകൂലോ. ഹാൻഡ് കഴിത്ത ഹൈവേണിത്, അങ്ങനെ പോകാൻ പറ്റില്ല. നമ്മളെ വണ്ടി വന്നിട്ടില്ലേ?
നമ്മളെ കാറ് ഇവിടെ ഇല്ല. നമ്മളെ കാർ ഇനി വന്നിട്ടാവണം. ആ ചെക്കൻ പോയിട്ടുണ്ടാവും. ചെക്കൻ മീൻസ് ബ്രദറാണ് കേട്ടോ. ബ്രോ അതല്ല, അത് ഡോക്ടേഴ്സിൻ്റെതാ. മോളിലൊക്കെയുള്ള ഡോക്ടേഴ്സിൻ്റെ കാറാണ് പാർക്കിങ്. നമ്മൾ തായനെ ആറബ്ബെ നിൽക്ക്. നിങ്ങൾ വേഗത്തിൽ തന്നെ മെന്ത് തിന്നെങ്ക കഴിച്ചാ കഴിച്ചിര ഉമ്മാനെ മോളിൽ വെക്കുന്നേ സൂപ്പറാ. ഓ ഞമ്മളെ പുറത്തിലായിട്ടുണ്ട് കേട്ടാ. പോയി ഇവിടെ ചീസ് ബോൾ ഇല്ല, നോക്കൂ. ചീസ് ബോൾ എവിടെ ഉണ്ടോ? പോ സമൂസവാ? സമൂസ ഉണ്ടാ? സമൂസ കൊടുക്കണം. ഏത് സമൂസാവും? ഒരു സമൂസ. സമൂസ വന്നു ഇരുന്നേശു. മൊയ്സ് എവിടെ ഇരുന്നു? ടേസ്റ്റ് നോക്കണം. വേണ്ട, എനിക്ക് ചോദിക്കണ്ട. അവിടെ ഇല്ല, ഒന്നേ ഉള്ളൂ അവിടെ. അതാ കട്ട്ലറ്റ്സ് ഇത് തിന്നണ്ട. കൊടുവണം കറിയും. പിന്നെ അതാ മുഖം നോക്കണ്ട. മൊയ്ന്ത ചൂടാണേ, ചൂടുണ്ടല്ലോ. പിടിക്ക്. ചൂട് കട്ട്ലറ്റ്സ് കടിക്ക്. അത്ര ചൂടൊന്നുമില്ല. പ്രാല പിടിച്ചിട്ട് ചീസ് ബോൾ എത്ര? ഏത് ചീസ് ബോളാണ് മൊയ്സ് വേണ്ടത്? അല്ലല്ല ഉള്ളത് കഷ്ണ തരൂല്ല. നിനക്ക് ഇപ്പടെ വാങ്ങി തിന്നല്ലേ നീന. അവനോട് ചോദിക്കണ്ട കേട്ടാ. ടേസ്റ്റ് ഉണ്ടാ? ഇഷ്ടപ്പെട്ടോ? യെസ് നോ യെസ് പിന്നെ ഇത് ടേസ്റ്റ് ഉണ്ടാ? യെസ്. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ പോയി. എന്താണ് മൈജു? വണ്ടി വന്ന സ്ഥലമാണിത്, കളിക്കല്ലേ. അപ്പോൾ നേരെ പോകുന്നത് അതുപോലെ ജനപ്രിയ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലാണ്, പുതിയതായിട്ടേ ഉള്ളൂ. ഇതിനു മുമ്പ് ഞാൻ ബി എ പോയി ഉണ്ടായിരുന്നു. ഫയൽ കിട്ടോ ഞങ്ങളെ ഡിസ്ചാർജ് സമ്മറി കിട്ടി. ഇത് ഞങ്ങൾ പോവാണ്. അവരെ ഒന്ന് ഫുഡ് തിരിപ്പിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ പറഞ്ഞ് എണ്ണ വരപ്പിക്കും. അപ്പോൾ അവരൊന്ന് വയറ് നിറച്ച് വെച്ചാൽ തൽക്കാലം വയറ് നിറച്ചത്. പിന്നെ അപ്പോൾ ഉച്ചക്ക് എൻ്റെ പോലെ തന്നെ പട്ടിണിയാണ് കേട്ടോ. ഒന്നും കഴിച്ചിട്ടില്ല. അവർ പറഞ്ഞിട്ടും കാര്യമില്ല. എൻ്റെ തെറ്റുമല്ല, സിറ്റുവേഷനാണ്, സാഹചര്യമാണ്. കരയരുത്. ഇത് ഉമ്മയുടെ കയ്യിൽ ബ്ലീഡ് വരുന്ന നോക്കൂ. നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കരുത്. കുറത്ത് വിടേഷു. നീയാണെങ്കിൽ കുറച്ച് ശരിയാവൂ. കുറത്ത് വിട്. ഡോക്ടർ പോകുന്നല്ലോ. ഇവിടെ ബ്ലീഡ് വരുന്നതിനൊക്കെ ബ്ലീഡിങ് വരുന്നേ. ആരെങ്കിലും ഒരാൾ ഇല്ല നിങ്ങൾക്ക് കൊണ്ടിട്ട് ഞാൻ ഹോസ്റ്റൽ കിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ ജുവര മിസ്സിക്ക് തന്നെ അയച്ചു കൊടുക്കും. ഹോസ്പിറ്റലിൽ ഇച്ചിരി വരുന്ന ആക്കിയത് നോക്കി എങ്ങനെയെന്ന് മിസ്സിന് ഞാനിപ്പോൾ അയച്ചു കൊടുക്കും. എന്നെ വെറുപ്പിക്കുന്നേ പറഞ്ഞിട്ട്. ഇത് ഇൻസുലിൻ തീരാതെ പോകാൻ പറ്റില്ല. ഇൻസുലിൻ ഇത്ര ഉണ്ട്. തീർന്നിട്ട് ഡിസ്ചാർജ് ഒക്കെ കഴിഞ്ഞു. ഹാപ്പി അമ്മ ഹോസ്പിറ്റൽ വന്നിട്ട്? ഹാപ്പിയാ? ಭಯಂಕರ ಹ್ಯಾಪಿ ಅಲ್ಲಿ ಈ ಕಡೆ ನೆನಪಿಗೆ ಬೇನಿದೆಲ್ಲ ಇದೆಲ್ಲ ಪ್ಯಾಂಗರ್ಕ ನೆನಪಿಗೂ പിന്നെ ചൊല്ലത്തീര ഇനി ഭരണം ഹോസ്പിറ്റൽ വേണ്ടേ? അപ്പോൾ ഇനി ബണ്ടില ചൊല്ലിട്ട് പോകും. ഇനി ബണ്ടന ഇനി ഇവിടെ ഹോസ്പിറ്റൽ ചൊല്ല ഇതുക്ക്
ಬಾಯಿಲ್ಗೆ ಮಗ ನೋಕುಲ್ಲ ಉಂಟು പോയിട്ട് മൂത്തിട്ട് കൊല്ലട്ടെ മൊബൈലിക്ക് ಬೇರೆಂದಿಲ್ಲല്ലേ ಹೆಚ್ಚಿನ ಮನೆ ಮೆಡಿಸಿನ್ ಕವರಲ್ಲ വാട്ടർ ബോട്ടിൽ റിട്ടേൺ കൊടുക്കണം കേട്ടോ ഇത് ഇവിടെ തരച്ചെന്നാറ് ನೀವು ಕೇರಟ್ಟೆ ನಾನು ಫ್ರಂಟಲ್ಲಿ ಇരിക്കട്ടെ ನಾನು ഇത് ഓ ഇപ്പറ മൈഷു ഉമ്മ ഉമ്മ ಮೂತಮ್ಮ ಕೈಯಲ್ಲೇ ನಾನು ಓಡ್ ಮಾಡಿಲ್ಲ ಉಪದ್ರ ಹಾಕೊಂಡೆ ನಾ ಬಿಡಂಡಲ್ಲ ಡ್ರೈವಿಂಗ್ ಫೋನ್ ഇത് ഷവർമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഷവർമ്മ ജ്യൂസാണ് കൊടുക്കുന്നത് നർസുണ്ടല്ലോ പാവ ഉമ്മക്കെല്ലാം ഹെൽപ്പാക്കുന്നു അപ്പോൾ ഉമ്മക്ക് ഇങ്ങനെയുള്ള സംസാരിക്കണം ഉമ്മക്ക് അസുഖമില്ലൊന്നുമില്ല ഇത് ഹോസ്പിറ്റലിൽ വന്ന കാര്യമാണ് ഒരാൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ ആരെങ്കിലും ചോദിക്കുമോ ഷെഡ് ഇട്ടുക്കണമെന്ന് എന്ത് വൃത്തികേട് വർത്താനാണ് സംസാരിക്കുന്നത് നിനക്ക് ചോദിച്ചൂടെ അതെ ನೀನೇಟಿ ಬೇಡ ಚೊಲ್ಲನು ಕುಡಿ 20 രൂപ കൊണ്ടിട്ട് ഈ ജ്യൂസ് കുടിക്കും ഉമ്മ കാണില്ല ഇപ്പൊ കുടിമ്മ കുടി മതിയാ കുടി എന്നാ